seated. And a blessed evening to one and all present here. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആരംഭിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ മോറാൻ മോർ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ബിബി സംവദത്വം സംഭോമനാം ശ്രീജാനനാം ദേവാഭാഗം യഥാ പൂർവേ സംജാനനാം ഉപാസദേ സംഗതത്വം സംവദത്വം സമാനിവ ആഗൂദിഃ സമാന ഹൃദയാനിവ സമാനിവ ആഗൂദിഃ സമാന ഹൃദയാനിവ സമാനമ സ്തുവോ മനോ യദാവഹ സുസഹാസദേ സംഗതത്വം സംവദത്വം. ആരംഭിക്കുന്നത് പുതുപ്പാടി MOSCMMന്റെ സെക്രട്ടറി ശ്രീ കുര്യൻ എബ്രഹാം തൈക്കടവിലിനെ സ്വാഗത പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്ന അതുകൊണ്ടത്തെ ബ്ലസ്സർമേനി, വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന മറ്ററിയുന്ന തിരുമേനിമാരെ, വിശിഷ്ട വ്യക്തികളെ, പ്രിയ റമ്പാച്ചന്മാരെ, അച്ഛന്മാരെ, MOSCMന്റെ മെമ്പേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ആത്മമുഖമായി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ MOSCMനെ കുറിച്ച് 2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ഥലം മണമേൽ കുടുംബമാണ് സഭയ്ക്ക് എഴുതി തന്നതെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. 94-ൽ അന്നത്തെ മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്തായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ വലിയ ബാബ തിരുമേനി ഇത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മെഡിക്കൽ മിഷന് എഴുതി തരികയായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മളിവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. 2009-ൽ കോഴിക്കോട് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെൻറ്റ് ജോർജ് ചാരിറ്റബിൾ ക്ലിനിക് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി. അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം സൗജന്യമായി പാവങ്ങളെ പരിശോധിക്കുകയും അവർക്ക് സൗജന്യമായി മരുന്ന് കൊടുക്കുന്ന ഒരു പദ്ധതി തുടങ്ങി. അത് നല്ല രീതിയിൽ പുരോഗമിച്ചപ്പോൾ അവരുടെ ഇടയിലുണ്ടായ ഒരു ആശയമാണ് ഒരു ഡയാലിസിസ് തുടങ്ങുക എന്നുള്ളത്. അങ്ങനെ ഈ ആശയം ഉടലെടുത്ത സമയത്താണ് ബഹുമാനപ്പെട്ട ഫിലിപ്പ് റമ്പാച്ചൻ പുതുപ്പാടിയിൽ ഈ സ്ഥലമുണ്ടെന്നും ഇങ്ങനൊരു കെട്ടിടമുണ്ടെന്നും അവിടെ തുടങ്ങാൻ ഉള്ള ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചതും പിന്നീട് അത് അംഗീകരിച്ച് അത് മലങ്കര മെഡിക്കൽ മിഷൻ്റെ കീഴിൽ ഒരു ഡയാലിസിസ് സെൻ്ററായി പരിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പറയുകയാണെങ്കിൽ 2012-ൽ MOSCM ജനറൽ ബോഡി തത്വത്തിൽ ഇത് അംഗീകരിച്ചു കഴിഞ്ഞ് 2013 ആദ്യം വളരെ ചെറിയൊരു
ഫംഗ്ഷനിലോടുകൂടി നമ്മുടെ ഫിലിപ്രം ബാച്ചൻ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ഒരു തറക്കല്ലടിയിൽ നടത്തി. അത് കഴിഞ്ഞ് 4/8/13 ഏകദേശം പണി കഴിഞ്ഞ് മെഷീൻസ് എല്ലാം ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോൾ അഭിമന്യ സെക്രട്ടറി മാർ എബ്രഹാം തിരുമേനി ഇവിടെ പ്രധാന കാരണത്തിൽ സെൻട്രലിൻ്റെ കൂതാശ നിർവഹിച്ചു. 8/12/13 കഴിഞ്ഞ ഡിസംബറിൽ ഇതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് തുടങ്ങിയ ഉദ്ദേശം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, അതിന് വേണ്ടിയിട്ടായിരുന്നു തുടങ്ങിയത്. ഏതായാലും ദൈവകൃപയാൽ ഇന്ന് വരെ 261 ഡയാലിസിസ് പൂർത്തിയായി. യാതൊരു വിധ പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടിട്ടില്ല. എല്ലാം ഭംഗിയായ നിലയ്ക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി തീരുമാനിക്കുകയും MOCMൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ കൊണ്ട് ചെയ്യിക്കണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹം ഇന്ന് നിറവേറ്റാമെന്ന് കേൾക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. പരിശുദ്ധ ബാവ തിരുമേനി വളരെ ബിസിയായിട്ടിരിക്കുന്ന സമയമായിരുന്നു. ആദ്യം ഞങ്ങൾ പല പ്രാവശ്യവും സമയം ചോദിച്ച് കിട്ടിയില്ല. എങ്കിലും കഴിഞ്ഞ മാസം കോഴിക്കോട് പള്ളിയിൽ വന്നപ്പോൾ ഞങ്ങൾ തിരുമേനിയോട് അഭ്യർത്ഥിച്ചനുസരിച്ച് ഇന്നത്തെ ദിവസം തരുകയായിരുന്നു. പരിശുദ്ധ പിതാവിൻ്റെ ഇന്നത്തെ ഈ സന്ദർശനവും ഈ ഉദ്ഘാടനം ചെയ്യുന്നതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദപരമായിട്ടുള്ള ഒരു ദിവസമാണ്. ഞങ്ങളുടെ എളിയ സ്നേഹം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പരിശുദ്ധ ബാവ തിരുമേനിയെ MOCMൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷത വഹിക്കുന്നത് മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ സക്രിയ മാർ തേക്കുലസ് തിരുമേനിയാണ്. MOCMൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ തിരുമേനി അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ട മാർഗദർശനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. തിരുമേനിയുടെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇതിൻ്റെ കാര്യങ്ങളിലുള്ള താല്പര്യം ഉപദേശങ്ങളും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അഭിമന്യ തിരുമേനിയെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദീവനാശ തിരുമേനി കൊൽക്കത്ത ഭദ്രാസനാണ്. കൽക്കട്ട ഭദ്രാസനം ഈ സെൻറ്റ് ജോൺ ഡയാലിസിസിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഭദ്രാസനത്തിന് കീഴിലുള്ള കോവിഡ് മഹായിടവകയുടെ കീഴിലുള്ള മാർ ബെസോലിയസ് മൂവ്മെൻറ്റ് ഈ സെൻറ്ററിൻ്റെ ആവശ്യത്തിനായി 5 ഡയാലിസിസ് മെഷീനുള്ള സാമ്പത്തിക സഹായം തന്നത് അഭിമന്യ തിരുമേനിയോടുകൂടി താല്പര്യത്തോടു കൂടിയാണ്. MOCMൽ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും MBMനും കോവിഡ് മഹായിടവകയ്ക്കും നന്ദി അറിയിച്ച് അഭിമന്യ തിരുമേനിയെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാം പേരിൽ ഞാൻ സ്വാഗതം ചെയ്യും. അടുത്തത് ഡോക്ടർ സക്രിയ മാർ എബ്രഹാം തിരുമേനിയാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോഴിക്കോട് സെൻറ്റ് ജോർജ് കത്തീഡ്രലിൻ്റെ മുൻ വികാരി, മലബാറിൽ നിന്നുള്ള മലങ്കര സഭയിലെ ആദ്യത്തെ മെത്രാപ്പോലീത്ത, MOCMൻ്റെ ലൈഫ് എക്സിക്യൂട്ടീവ് മെമ്പർ, ഈ നിലയിലെല്ലാം നമ്മളിൽ നല്ലൊരു പങ്കരും വ്യക്തിപരമായ അടുപ്പമുള്ള അഭിമന്യ തിരുമേനി സെൻറ്റ് ജോർജ് ഡയാലിസിസിൻ്റെ വേണ്ടി അകമഴിഞ്ഞ സഹായങ്ങൾ ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. അഭിമന്യ തിരുമേനിയെ ഈ വേദിയിലേക്ക് ഹാർദമായി എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യാം. മിസ്റ്റർ MI ഷാനവാസ് നമ്മുടെ സിറ്റിംഗ് MP ആണ്. ഇവിടുത്തെ ഡയാലിസിസ് സെൻ്റർ ഇരിക്കുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ്. അദ്ദേഹത്തിന് ഈ സെൻ്ററിനെ കുറിച്ച് എപ്പോഴും അഭിമാനിക്കാം. ഞങ്ങളുടെ സ്വന്തം പ്രതിനിധിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാദർ ഡേവിസ് ചിറമേൽ കേരളീയ സമൂഹത്തിൽ സുപരിചിതനായ ബഹുമാൻ അച്ഛനെ സമൂഹം വളരെ ആദരത്തോടെയാണ്
കാണുന്നത്. സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ തൻ്റെ ജീവിതം തന്നെ ഒരു വൃക്കരോഗികൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായ അച്ഛൻ തൻ്റെ അനുഗ്രഹ പ്രഭാഷണത്തോടെ നമുക്കെല്ലാം പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ചെറുമേലച്ഛനെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്തത്. വരാമെന്നേറ്റിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA-മാരൊന്നും എത്തിയിട്ടില്ല. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടില്ല. ഐഷക്കുട്ടി സുൽത്താൻ പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഡയാലിസിസ് സെൻ്ററിൻ്റെ ഏതാവശ്യങ്ങൾക്കും സഹായം ചെയ്തു വരുന്ന വ്യക്തി. തുടർന്നും പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീമതി ഐഷ കുട്ടിയെ ഈ നിയോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഫിലിപ്പറമ്പാച്ചൻ MOCM കുടുംബത്തിൻ്റെ തലത്തൊപ്പനാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ വലിയ കാരണവരാണെന്ന് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എല്ലാ തിരക്കിലും ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന, ഞങ്ങളെ നയിക്കുന്ന ബഹുമാൻ പറമ്പാച്ചന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ഗോപിയച്ഛൻ പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം പറഞ്ഞാൽ എനിക്ക് അനുവദിച്ച സമയം പോരാ എന്നറിയാമല്ലോ. എങ്കിലും ബഹുമാനപ്പെട്ട റോയി അച്ഛൻ, ബാംഗ്ലൂരിലെത്തിയ റോയ് വർഗീസ്, ബഹുമാനപ്പെട്ട നമ്മുടെ പുതുപ്പാടി പള്ളി വികാരി ജേക്കബ് മാത്യൂസ് അച്ഛൻ, ഡോക്ടർ സോജൻ, ഞാൻ ആരും വിട്ടുപോയിട്ടില്ലെന്നായിരിക്കുന്ന വേദികളിലായിരുന്നു. ബാംഗ്ലൂരിനോട് എത്തിയിട്ടുണ്ട് മിസ്റ്റർ ജോണി, കുവൈറ്റിൽ നിന്ന് MBM-നെ പ്രതിനിധിച്ചുകൊണ്ടിരിക്കുന്ന ഷാജി. പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകുന്നുണ്ട്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് MOCM-ന്റെ പേര് സ്വാഗതം അർപ്പിച്ച എൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for that wonderful speech. Our deepest fear is not that we are inadequate. Our deepest fear is that we are powerful beyond measure. We are extending our hearts to the needy through the support and help of many good hands. I invite Dr. Abraham Amin, the Medical Director of St. George Dialysis Center, to present the report. His Holiness Basilios Marthoma Paulus II, Catholics of the East and President of the MOCM Pudupadi. His Grace Zachariah Mar Theophilus, Metropolitan Malabar Diocese and Vice President MOCM Pudupadi. His Grace Dr. Joseph Mar Theophilus, Metropolitan Calcutta. His Grace Dr. Zacharias Mar Prem, Metropolitan Adur and Kadambanad Diocese. Dignitaries on of the dais, fellow members of the MOCM Society and well-wishers. It is with great pleasure and honor that I present to you the report of the St. George Dialysis Charity Center, Pudupadi. Starting as a germ of an idea in the minds of a few like-minded philanthropic members of St. George Cathedral, Calicut, this soon grew into a world-class standalone charity dialysis